ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ CUET UG അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് എക്സാമുകളിലെ സീരീസുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ റിസർവ് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിൽ എന്നുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ഗ്യാപ്പ് കുറച്ച് ദിവസത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതുമായി റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം വന്നത് നമ്മൾ കണ്ടിരുന്നു. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ CUETയുടെ എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പാണ്. അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. എന്താണ് പാർട്ട്ണർഷിപ്പ്? അപ്പോൾ നമുക്കറിയാം, വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ് ഫേം? എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് എ ബിസിനസ് വെയർ 2 or more people join together to run a business and share profits. The partners contribute capital, share responsibility and have a mutual understanding. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 or അതിൽ കൂടുതലോ ആൾക്കാർ ഒരു ബിസിനസ് ചെയ്യാൻ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രോഫിറ്റുകളും റെസ്പോൺസിബിലിറ്റികളും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 2 or അതിൽ കൂടുതലോ ആൾക്കാർ, 2 പേരോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ് നടത്തി അതിൻ്റെ പ്രോഫിറ്റുകൾ വീതിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അവർ എല്ലാവരും കൂടെ കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റ് മാത്രമല്ല അവരെന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്തെടുക്കുന്നത്. അവിടെ ഇനി ലോസസ് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ലോസസും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റികളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി വർക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ 2 or അതിൽ കൂടുതലോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. നമ്മൾ പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. സ്ലീപ്പിംഗ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ഓഫ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞു. അവിടെ ഈ പാർട്ട്നേഴ്സ് ബിസിനസ് അല്ലെങ്കിൽ 2 or അതിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്, ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അവർ ബിസിനസ് നടത്തി അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഈക്വലോ ആയി എന്ത് ചെയ്യും, അവർ ഷെയർ ചെയ്യും. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഏജൻസിയാണ്. നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബിസിനസ് 2 or അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന സമയത്ത് ഇപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് പകരമായി മറ്റുള്ളവർ എന്ത് ചെയ്തിരിക്കും, ആ വർക്ക് ടേക്കപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും, കമ്പാരിറ്റീവ്ലി അൺലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ ഈ ഫേമിന് എന്തെങ്കിലുമൊക്കെ ഡെപ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എല്ലാ സിറ്റുവേഷനല്ല, പക്ഷേ ഫേമിന് എന്തെങ്കിലുമൊക്കെ ഡെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടുത്തെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യേണ്ടത്, അത് സോൾവ് ചെയ്യേണ്ടത്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ്. അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ബ്ലഡ് റിലേഷനുള്ളവർ ചേർന്നിട്ടായിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് ചേർന്നിട്ടായിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പുള്ള ആളുകൾ തമ്മിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, അതായത് നിയമാനുസൃതമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായിരിക്കണം.
അതായത് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അവർക്ക് പ്രോഫിറ്റ് ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അവർ ഏത് ടൈമിലാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വന്നത്, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ട്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ചിലപ്പം കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലീഗൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുക, അവിടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത്. അപ്പം മെയിൻലി 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനുണ്ട്. മെയിൻലി 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തുണ്ടാവുന്നുണ്ട്, അവിടെ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസുകൾ ഉണ്ടാകുന്നുണ്ട്, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും ഷെയർ ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും ഈക്വലി ആയിരിക്കും ചിലപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, മ്യൂച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത് അവിടെ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ നാലാമത് എന്താണ് പറയുന്നത്, അവിടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ബന്ധമുള്ള ആളുകൾ ചേർന്നാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ലീഗൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ഒരു എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ ചെയ്യുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തുമാത്രമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. മെയിൻലി നമുക്ക് 3 ടൈപ്പ് പാർട്ട്ണർഷിപ്പ് ഫേമുകളാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ജനറൽ പാർട്ട്ണർഷിപ്പാണ്. ജനറൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് 4 പോയിൻറ്റ്സുകളായിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. എ ബിസിനസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഓണേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ലോസ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പറയുന്ന സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജനറൽ പാർട്ട്ണർഷിപ്പിന് പറയാനുള്ളത്. അവിടെ ഒരു ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എത്ര പേരുണ്ടായിരിക്കണം, ജനറൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 അതിൽ കൂടുതലോ അറ്റ്ലീസ്റ്റ് 2 ഓണേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് എല്ലാ പാർട്ട്ണർഷിപ്പിനും അറ്റ്ലീസ്റ്റ് 2 ഓണേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എന്താണെന്ന് പറയുന്നത് കണ്ടീഷൻ. അപ്പോൾ ജനറൽ പാർട്ട്ണർഷിപ്പിലെയും ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ച് പറയുന്ന കണ്ടീഷനാണ് അറ്റ്ലീസ്റ്റ് 2 ഓണേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അവരെന്ത് ചെയ്യണം, പ്രോഫിറ്റ്സും ലോസുകളും അതുപോലെ തന്നെ ലയബിലിറ്റീസും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് പാർട്ട്ണർ ഹാസ് അൺലിമിറ്റഡ് പേഴ്സണൽ ലയബിലിറ്റി ഫോർ ബിസിനസ് ഡെപ്റ്റ്. നമ്മൾ നോർമലി ഇപ്പോൾ കുറച്ച് മുമ്പ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ള സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെങ്കിലും വരുന്നത് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്നത്. ഇവിടെയുള്ള പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. എന്തെങ്കിലും കേസിൽ ഈ പറയുന്ന ഫേമിനൊരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഫേമിലെ അസറ്റുകൾ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ ലയബിലിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ജനറൽ പാർട്ട്ണർഷിപ്പിനകത്ത് പറയുന്നത്. പിന്നെ പാർട്ട്നേഴ്സ് ഷെയർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ മാനേജിങ് ദ ബിസിനസ്. പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം, ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു വ്യക്തി പോലും എന്ത് ചെയ്യാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല. അവിടെ എല്ലാവരും തന്നെ എങ്ങനെയുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കണം, ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമുകളും എങ്ങനെയുള്ളതായിരിക്കും, ജനറൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. അവിടെ അങ്ങനെ ആക്റ്റീവ് പാർട്ട്നേഴ്സ്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ വേറെ കാറ്റഗറൈസേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അവിടുത്തെ പാർട്ട്നേഴ്സ് എല്ലാവരും എങ്ങനെയായിരിക്കണം, എല്ലാവരും അവിടെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസുകളും ഡ്യൂട്ടീസുകളും എല്ലാം അവർ ഈക്വലി ഷെയർ ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ ടൈപ്പ് പാർട്ട്ണർഷിപ്പാണ് എന്തെന്ന് പറയുന്നത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട്ണറെങ്കിലും എങ്ങനെയുള്ള പാർട്ട്ണർ ആയിരിക്കണം, ജനറൽ പാർട്ട്ണർ ആയിരിക്കണം. ഒന്നോ അതിൽ കൂടുതലോ പാർട്ട്നേഴ്സിന് എന്താവാൻ സാധിക്കും, ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആവാൻ സാധിക്കും. ഇപ്പം ഒരു 2 പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ്, 2 വ്യക്തികൾ ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു പാർട്ട്ണർ ജനറൽ പാർട്ട്ണറും മറ്റേ ആൾക്ക് എന്തും ആകാൻ സാധിക്കും, ലിമിറ്റഡ് പാർട്ട്ണറും ആകാൻ സാധിക്കും. അപ്പം ഒരു പാർട്ട്ണർ എന്താണെങ്കിലും എന്തായാൽ പറ്റത്തുള്ളൂ, ജനറൽ പാർട്ട്ണറും മറ്റേ പാർട്ട്ണർ മറ്റോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കണം, ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം.
ഇനി ഒന്നിൽ കൂടുതലാവാം കേട്ടോ, ഒന്നിൽ കൂടുതൽ ജനറൽ പാർട്ട്നേഴ്സ് ആവാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ പാർട്ട്ണറെങ്കിലും അവിടെ എന്ത് ഉണ്ടായിരിക്കണം. പിന്നെ ജനറൽ പാർട്ട്നേഴ്സ് മാനേജ് ദ ബിസിനസ് ആർ ഫുള്ളി ലയബിൾ ഫോർ ഡെബ്റ്റ്സ്. ഇവിടുത്തെ ജനറൽ പാർട്ട്നേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ്സിനെ മാനേജ് ചെയ്യേണ്ടതും അവരാണ് ഇവിടുത്തെ ഡെപ്റ്റുകൾക്ക് കൂടുതലായിട്ടും ലയബിൾ ആവുന്നത്. മറ്റുള്ള ലിമിറ്റഡ് പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ അയാളുടെ കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അതുവരെ ആയിരിക്കും അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു എത്രയാണ് 10,000 രൂപയാണ് അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ ആയിരിക്കും അയാൾ എന്തെന്ന് പറയുക, അയാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ലയബിലിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്, അയാൾ എത്ര രൂപയാണോ ക്യാപിറ്റലിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ എത്ര രൂപയാണോ അയാൾ ഇതുവരെയായിട്ട് കൊടുക്കാതെ മിച്ചമുള്ളത് അത് മാത്രമായിരിക്കും എന്തെന്ന് പറയുക അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം ജനറൽ പാർട്ട്ണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇൻ കേസ് ഫേമിന് എന്തെങ്കിലും ലോസുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റഡ് പാർട്ട്ണർ അയാളോട് പറഞ്ഞിരിക്കുന്ന അത്ര ലിമിറ്റ് വരെ അയാളുടെ ലയബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ജനറൽ പാർട്ട്ണർ ഇനിയും എന്തെങ്കിലുമൊക്കെ പേ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഫേമിന് അതിന് മാത്രം ആവശ്യമുള്ള അസറ്റ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ് ബട്ട് ആർ ഓൺലി ലയബിൾ ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ലിമിറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഈ ബിസിനസ്സിൽ എന്തോരം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതുവരെ എന്ത് ചെയ്തിരിക്കുകയാണ്, ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് അതിൽ കൂടുതൽ, ഇപ്പോൾ ഫേമിന് ഒരു വലിയ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് അവർ എത്ര രൂപയാണോ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ അവർ ഓൾറെഡി ഒരു പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി റിമെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വരെ മാത്രമേ അവരുടെ എന്തെന്ന് പറയുന്നുള്ളൂ, ലയബിലിറ്റി ഉള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പ് പാർട്ട്ണർഷിപ്പാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് അല്ലേന്ന്? അല്ല, നമ്മൾ ഇപ്പോൾ ആദ്യം കണ്ടത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ പാർട്ട്ണറെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു ജനറൽ പാർട്ട്ണർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെ ജനറൽ പാർട്ട്ണർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ പാർട്ട്ണറെങ്കിലും എന്ത് ഉണ്ടായിരിക്കണം. ബാക്കി ഉള്ളവർ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആയാലും അല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 1 ജനറൽ പാർട്ട്ണറെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കമ്പൽസറി ആയിരുന്നു. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ അങ്ങനെ ജനറൽ പാർട്ട്ണർ വേണമെന്ന്, ഒരു ജനറൽ പാർട്ട്ണറെങ്കിലും വേണം എന്നുള്ള യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല. നോക്കി, എ പാർട്ട്ണർഷിപ്പ് ദാറ്റ് കമ്പൈൻസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോർപ്പറേഷൻ. ഈ ലിമിറ്റഡ് ലയബിലിറ്റി നിങ്ങൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര രൂപയാണോ എത്ര രൂപയുടെ ഷെയറാണോ ഒരാൾ എടുക്കുന്നത് അതിൽ അൺപെയ്ഡ് ആയിട്ടുള്ള പോർഷൻ വരെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഷെയർ ഹോൾഡർ 10 രൂപയുടെ ഷെയർ ഒരു കമ്പനിയിൽ നിന്ന് എടുത്തു. അതിൽ അയാളൊരു 6 രൂപ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നതിന് എത്ര രൂപയും കൂടി ഉള്ളൂ, 4 രൂപയും കൂടി ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ആ സെയിം ഫീച്ചർ തന്നെയാണ് ഇവിടെ ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. ഇവിടെ ഒരു കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സഡ് സ്വഭാവമാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നത്. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് ഒരു പാർട്ട്ണറെങ്കിലും ജനറൽ പാർട്ട്ണർ ആയിരിക്കണം. അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലിമിറ്റഡ് ആണ്. ഇവിടെ എന്തില്ല, ജനറൽ പാർട്ട്നേഴ്സ് ഇല്ല. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലയബിലിറ്റി ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ പേഴ്സണലി റെസ്പോൺസിബിൾ അല്ല. ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഡെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ അസറ്റ്സുകൾ എടുത്തുകൊണ്ട് വന്നത് പേ ഓഫ് ചെയ്യേണ്ട ഒരാവശ്യവും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന് ഇല്ല. അവരെത്ര രൂപയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതുവരെ മാത്രമായിരിക്കും എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എത്ര രൂപയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അതുവരെ ആയിരിക്കും അവരുടെ എന്തെന്ന് പറയുക, ലയബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സിന് എന്ത് കിട്ടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം ഇൻ കേസ് ബിസിനസ്സിന് ഒരു ഹ്യൂജ് ലോസ് ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഡെപ്റ്റ് ഉണ്ടായാൽ പോലും അവിടുത്തെ ബിസിനസ്സിൻ്റെ അസറ്റ്സുകൾ ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലയബിലിറ്റീസ് പേഴ്സണൽ അസറ്റ്സുകൾ എടുത്തുകൊണ്ട് വന്ന് അത് പേ ഓഫ് ചെയ്യേണ്ട ആവശ്യം എവിടെയില്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ അസറ്റ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് എന്തെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുന്നത്.
ആദ്യത്തേത് ജനറൽ പാർട്ട്ണർഷിപ്പാണ്. അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആക്കി. 3 പാർട്ട്ണർഷിപ്പ് ടൈപ്പുകളിലും നമ്മൾ കാണുന്ന പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റിയിലുള്ള ചേഞ്ചാണ് ഏറ്റവും വലിയൊരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റായിട്ട് നമുക്ക് എടുത്ത് കാണപ്പെടുന്നത്. ജനറൽ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഫേമിനൊരു ഡെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ആ ബിസിനസ്സിന് അവിടുത്തെ അസറ്റുകൾ ഉപയോഗിച്ച് പേ ഓഫ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം. ഇനി ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ പാർട്ട്ണറെങ്കിലും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളവർ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ ജനറൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡും ലിമിറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡും ആയിരിക്കും. ഇനി തേർഡ് കേസിലേക്ക് വരുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡെപ്റ്റ് ഉണ്ടായി അത് ബിസിനസ്സിന് സ്വന്തമായി പേ ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റുകൾ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പേ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളോട് ക്വസ്റ്റ്യനുകൾ CUET-യുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ വന്ന അറ്റ്ലീസ്റ്റ് 1 ജനറൽ പാർട്ട്ണറെങ്കിലും വേണം എന്നുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളതായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോന്നിനെയും ഡിഫറൻസുകൾ പഠിച്ചു വെച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും കണ്ടു. അപ്പോൾ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അത്യാവശ്യം, ഇതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം നന്നായിട്ട് പഠിക്കുക, പരീക്ഷകളൊക്കെ വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എക്സാമുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എന്തില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചുള്ള ക്ലാസ്സുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു, ബൈ.